പട്ടാമ്പിയിലെ പൊതുശ്മശാനം തുറന്നുകൊടുക്കാനാവാത്തത് ഇരുമുന്നണികളും ഹിന്ദു സമൂഹത്തോട് കാണിക്കുന്ന അവഗണനയാണെന്ന് പട്ടാമ്പിയിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി മനോജ് കുറ്റപ്പെടുത്തി. സ്ഥാനാർത്ഥിയുടെ പട്ടാമ്പിയിലെ പ്രചരണവേളയിലായിരുന്നു ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. കല്ലന്മാർ തൊഴിൽ ജാനകിയമ്മ എന്നൊരു വീട്ടമ്മ പട്ടാമ്പി പഞ്ചായത്തിന് സൗജന്യമായി വിട്ടു നൽകിയ ഒരു ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലമാണിത്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഇവിടെ ഒരു പൊതു ശ്മശാനം തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് മുന്നണികൾക്കും സാധിച്ചില്ല. നമുക്കറിയാം, പട്ടാമ്പിയിൽ കാലങ്ങളായിട്ട് പട്ടാമ്പി നഗരസഭയായി കഴിഞ്ഞാലും പട്ടാമ്പിയിലെ ജനപ്രതിനിധികളായാലും MLA-മാരായി കഴിഞ്ഞാലും രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ പൊതുശ്മശാനം വലിയ വിവാദത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പ്രാവശ്യം ഉദ്ഘാടനം കഴിഞ്ഞതാണ്. ഒരു പ്രാവശ്യം UDF ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതാണ്. അതിനുശേഷം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായിട്ട് LDF-ഉം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതാണ്. 2 പ്രാവശ്യം ഉദ്ഘാടനം നിർവഹിച്ചിട്ട് ഇതുവരെ ആയിട്ടും ഇപ്പോഴും ഇതിന്റെ ഗേറ്റ് അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം ഈ ശ്മശാനം തുറന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം ലഭിക്കുക ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം അട്ടിമറിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇത് തുറന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെയുള്ള ഒരു ന്യൂനപക്ഷ വർഗീയ സമൂഹത്തിന്റെ ഭീഷണിയും ഇതിന് പിന്നിലുണ്ട്. ഇതിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ 2 മുന്നണികളും ഇതുവരെയും ഈ ശ്മശാനം തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്തത്.